നമസ്കാരം. മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MQSന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്താനായിട്ടൊന്ന് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ട്രേഡിങ്ങിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവർ അല്ലെങ്കിൽ പഠിക്കണം എന്നുള്ള ആഗ്രഹമുള്ളവർ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കൂടെ കാണാനായിട്ടൊന്ന് ശ്രമിക്കുക എന്നുള്ള റിക്വസ്റ്റോടു കൂടി നമുക്ക് ലൈവിലേക്ക് പോകാം. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. അപ്പോൾ ഈ ചാർട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഞാനിവിടെ ഐ ബട്ടണിൽ ഒരു വീഡിയോ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തെളിഞ്ഞു വരും. ആ വീഡിയോ നിങ്ങൾക്ക് കാണാം. അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യാം. ദെൻ ഈ ഒരു ചാർട്ടിൻ്റെ ഡീറ്റെയിൽസൊക്കെ പഠിക്കണം എന്നുണ്ടെങ്കിൽ നേരിട്ട് തന്നെ വിളിക്കുക. നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ചാർട്ട് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ സോണൊക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് F&O സെഗ്മെൻറ്റ്, MCX, അതായത് കൊമോഡിറ്റി, ഫോറക്സ്, ക്രിപ്റ്റോ എല്ലാത്തിനും വളരെയധികം വർക്കൗട്ട് ആവുന്ന ഒരു ചാർട്ടാണ്. പിന്നെ ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത്. ഞാൻ ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് റീഡിംഗ് ആണ് പഠിപ്പിക്കുന്നത്. കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ വലിയ തട്ടുകേടില്ലാതെ നമുക്ക് വൈകിട്ട് അരിമേടിക്കാനുള്ള വകുപ്പൊക്കെ ഇതിൽ നിന്ന് നിഷ്പ്രയാസം ഒപ്പിക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ അതേപോലെ തന്നെ എൻ്റെ പബ്ലിക് ടെലഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾക്ക് 1.5 വർഷത്തെ എൻ്റെ ഡാറ്റ മൊത്തത്തിലൊന്ന് അനലൈസ് ചെയ്യാം. യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ നിരവധി ലൈവ് വീഡിയോസ് ഉണ്ട്, അത് നിങ്ങൾക്ക് കാണാം. ദെൻ സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു മെത്തേഡ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകും എന്ന് നിങ്ങൾക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം നേരിട്ട് തന്നെ വിളിക്കാവുന്നതാണ്. അതേപോലെ തന്നെ നിഫ്റ്റിയുടെ ലൈവ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. രാവിലെ 9 തൊട്ട് 11 മണി വരെയും വൈകിട്ട് 2:45 തൊട്ട് 3:30 വരെയും. അവിടെയും ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. കാരണം ഒരിക്കലും കോൾ ഔട്ട് ഇപ്പോൾ ഒന്നും ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതായത് കൈ നനയാതെ മീൻ പിടിക്കാം, വെറുതെ ക്യാഷ് ഉണ്ടാക്കാം, അതൊന്നും പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ല. ഇന്ന് കിട്ടും, നാളെ പോവും. അതിനൊരു സ്ഥിരത ഉണ്ടാവില്ല. സ്ഥിരത ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് തന്നെ നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലും ഒരു ഇൻവോൾവ്മെൻറ്റ് വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈവിൽ ഞാൻ വ്യൂ ആണ് അനലൈസ് ചെയ്യുന്നത്. ഏരിയാസൊക്കെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യും. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു രീതിയിൽ കൂടെ എടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ കുറച്ച് ലൈവ് വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ ആ ലൈവ് വീഡിയോസിൽ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ പ്രോഫിറ്റബിൾ ആകുമായിരുന്നു ഇല്ലയോ എന്നുള്ളതിനാണ് പ്രസക്തി. അപ്പോൾ മെൻറ്റർഷിപ്പാണ്, ഒരു ബാക്ക് സപ്പോർട്ടാണ്. ഓവർ ട്രേഡ്, റിവെഞ്ച് ട്രേഡൊക്കെ ഒഴിവാക്കാം. അതേപോലെ തന്നെ ലോസ് മാക്സിമം കുറക്കാം. 2-3 ട്രേഡ് എടുത്തിട്ട് പേടിച്ച് നിൽക്കുന്ന ആൾക്കാർക്ക് പിന്നെ എടുക്കാം. അത് ഏറ്റവും ഉപരി ടെൻഷൻ ഫ്രീ ആയിട്ട് നമ്മുടെ ആരോഗ്യം സംരക്ഷിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാനായിട്ട് മെൻറ്റർഷിപ്പ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ട്രേഡിംഗ് ഒക്കെ വളരെ അഡ്വാൻസ്ഡ് ആണ്. അപ്പോൾ എനിവേ നമുക്ക് ലൈവിലേക്ക് പോകാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കൃത്യമായിട്ടുള്ള പ്രോഫിറ്റ്, ഡിസിപ്ലിൻ ട്രേഡിംഗ്, അതാണ് നമ്മൾ ലൈവിൽ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സമയം 9:08 ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം. ഏതാണ്ടൊക്കെ ന്യൂട്രൽ ഓപ്പൺ ആണ്. നമ്മൾ ഇന്നലെ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് ന്യൂട്രൽ ഓപ്പൺ ആയിട്ടാണ്. 24 പോയിന്റ് എന്നൊക്കെ ഉള്ളത്, അതൊന്നും അത്ര വലിയൊരു മൂവ്മെൻ്റ് അല്ല. അത് പെട്ടെന്ന് തന്നെ റെഡ് ആവാനുള്ള പോസിബിലിറ്റീസൊക്കെ അതിലുള്ളതാണ്. അപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ ഇന്ന് ട്രേഡ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് നിൽക്കുന്ന ലെവലിൽ നിന്ന് അപ്പിലേക്ക് പോയാൽ 24,615, താഴത്തോട്ട് വന്നാൽ 24,558 മാർക്കറ്റ് മെജോറിറ്റി ആയിട്ട് വരുന്നത്. അപ്പോൾ 24,615 ബ്രേക്ക് ചെയ്താലും പ്രീവിയസ് ഡേയുടെ ഒരു ഹൈ നിലവിൽ നിൽക്കുന്നുണ്ട്. അങ്ങോട്ട് ഒരു ചെറിയ മൂവ്മെൻറ്റ് റെസിസ്റ്റ് ചെയ്യാനായിട്ടാണ് കൂടുതലും ചാൻസ്. അതേപോലെ തന്നെ ഡൗണിലേക്ക് വന്നാലും ഡൗണിൽ 2 സ്ഥലങ്ങളാണ് റെസിസ്റ്റ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളത്. ഒന്ന് ഈ ഒരു ലെവല്, സെക്കൻഡ് ഈ ഒരു ഗ്യാപ്പ് ഫില്ലിങ്, അത് ഇത്രയും കൂടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് അത്ര വലിയ നമുക്ക് കോൺസെൻട്രേഷൻ ഇല്ലെങ്കിലും ഈ താഴത്തോട്ടുള്ള ലെവൽ, അതായത് 24,516.40, അവിടെ നിന്നും പിന്നെ ഒരു മൂവ്മെൻറ്റ് താഴത്തോട്ട് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് 24,491 മാർക്കറ്റ് ഫാൾ ആവുന്നത്. സ്റ്റിൽ മാർക്കറ്റ് ഡൗൺ സൈഡ് തന്നെയാണ്. 15 മിനിറ്റ്സിലാണെങ്കിലും 30 മിനിറ്റിലാണെങ്കിലും ഡൗണിലേക്ക് ക്രോസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചൊന്ന് മനസ്സിലാക്കാനും കൂടെ ശ്രമിക്കുക. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ കൂടുതൽ ബുദ്ധിമുട്ടല്ല, എളുപ്പമായിരിക്കും. അപ്പോൾ SMIയും ഓൾറെഡി താഴെയാണ് നിൽക്കുന്നത്.
മാർക്കറ്റിൻ്റെ താഴെയാണ് SMA ഓൾറെഡി നിൽക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് മാർക്കറ്റ് ടച്ച് ചെയ്യാനുള്ള ചാൻസസ് വളരെ കുറവാണ്. മുകളിലോട്ട് പോയാലും ഈ ഭാഗത്തേക്കുള്ള ഒരു അടിവലിവ് എന്തായാലും മാർക്കറ്റിലുണ്ടാവും. അപ്പോൾ ഫ്യൂച്ചറിൻ്റെ കേസിലാണെങ്കിലും ഇത് ക്രൂഡ് ഓയിലാണല്ലോ കിടക്കണം. ഓക്കെ, ഇന്നലെ വൈകിട്ട് ക്രൂഡ് ഓയിലൊരു പരിപാടി നമ്മൾ ആസൂത്രണം ചെയ്തായിരുന്നു. അപ്പോൾ 5 മിനിറ്റ്സിലും അല്ല 15 മിനിറ്റ്സിലും SMA 15 മിനിറ്റ്സിൻ്റെ വന്നിട്ടുണ്ട്. പക്ഷേ 30 മിനിറ്റിൻ്റെ RSI ഇതുവരെ മുട്ടിയിട്ടില്ല. അതുകൂടാതെ പറഞ്ഞത് 15 മിനിറ്റ്സിൽ ഇത്തിരി മേളിൽ ടച്ച് ചെയ്യാനായിട്ട് മാർക്കറ്റ് നിപ്പുണ്ട്. അത് നമുക്ക് രാവിലെ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് തീരുമാനിക്കാം. 15 മിനിറ്റ്സിലും 30 മിനിറ്റിലും ഡൗൺ സൈഡിലേക്കാണെങ്കിലും 5 മിനിറ്റിൽ ചെറിയൊരു അപ്പിലേക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് പോയി സ്റ്റേബിളായിട്ട് മാത്രമായിരിക്കും മാർക്കറ്റ് ഡൗണിലേക്കുള്ള ഒരു ഫാൾ എന്തായാലും വരത്തുള്ളൂ. ഡൗണിലേക്ക് എന്തായാലും മെജോറിറ്റി മൂവ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ അതിനു മുമ്പ് ചെറിയൊരു അപ്പൊക്കെ ക്ലിയർ ചെയ്യാനുണ്ട്. 5 മിനിറ്റിൽ RSI ചെറിയൊരു അപ്സൈഡിലാണ്. 2 മിനിറ്റിലും അപ്സൈഡിലേക്ക് ഒരു ക്രോസ് ഓവർ വന്ന് നിൽപ്പുണ്ട്. അപ്പോൾ തുടക്കം സിയിലാണെങ്കിലും പിന്നീട് പിയിലേക്ക് പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. നമുക്ക് സിയിലാണെങ്കിൽ നോക്കാനുള്ളത് 165 24,500 സ്ട്രൈക്ക് സിയിൽ നോക്കാം. പിയിൽ ഡൗൺ 24,700 നോക്കാം. 24,500 24,700. അപ്പോൾ ഇന്നലത്തെ പോലെ തന്നെയാണ് കിടക്കുന്നത്. ഇന്നലെ നമ്മൾ ഈ ഒരു സ്ട്രൈക്കാണ് നോക്കിയത്. ഇന്നലെ നമ്മൾ പറഞ്ഞ ആ ഒരു ലെവലിലേക്കൊക്കെ മാർക്കറ്റ് പോയിട്ടുണ്ടെങ്കിലും 191 എന്നുള്ളൊരു ലെവല് മിച്ചമിട്ടിട്ടാണ് മാർക്കറ്റ് പോന്നേക്കുന്നത്. അപ്പോൾ ഒരു തവണ കൂടെ അങ്ങോട്ടൊക്കെ മാർക്കറ്റ് പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ സിയുടെ കേസിൽ 166 നിൽക്കുന്നത്. ഒരു 162 155 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് ഡൗണിലേക്ക് പോരത്തുള്ളൂ. അങ്ങനെ പോന്നാലും മാർക്കറ്റ് റിവേഴ്സ് പോരാനുള്ള ഏരിയാസ് നമുക്കൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. 180 മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ 191 ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. അപ്പോൾ നിലവിൽ ഒരു കൺസോൾട്ടേഷൻ സോണാണ് 162 155. കൺസോൾട്ടേഷൻ സോണിൽ ഒരിക്കലും നമുക്കൊരു ഈസി ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ചെറുതിടാനായിട്ട് പറ്റത്തില്ല. 155 താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ മേജറായിട്ടുള്ള സപ്പോർട്ടുകൾ എന്ന് പറയുന്നത് 162 155 150 ഇതൊക്കെയാണ് മേജറായിട്ടുള്ള സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ. ആ സപ്പോർട്ട് എല്ലാം ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ മാത്രമാണ് മാർക്കറ്റ് 127 ഫാൾ ആവത്തുള്ളൂ. അതേപോലെ തന്നെ പിയുടെ കേസിലാണെങ്കിൽ ഒരുപാട് നമ്മൾ വരച്ചൊക്കെ ഇട്ടിട്ടുണ്ട് ഇന്നലെ. $135 താഴത്തോട്ട് ക്യാൻഡിൽ ക്ലോസ് ആയാൽ മാത്രമാണ് പിയിൽ ഡൗൺ സൈഡ് ഉണ്ടാകത്തുള്ളൂ. 135 അവിടെ താഴത്തോട്ട് വന്നില്ല. 135 നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ആവുകയാണെങ്കിൽ ടാർഗറ്റുകൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 152 155 162 175 184 അപ്പോൾ മാർക്കറ്റ് 2 മിനിറ്റിൽ ഒരു എന്താ പറയണ്ട ഒരു ക്രോസ് ഓവറിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ എങ്ങോട്ട് വേണമെങ്കിലും മാർക്കറ്റ് പോകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ഈ ക്രോസ് ഓവർ സ്റ്റേബിൾ ആയിട്ടില്ല. അത് റെഡിന് പുറത്തേക്ക് പോവുകയാണെങ്കിൽ അപ്പറിലേക്ക് കണ്ടിന്യൂ ചെയ്യുകയും, അതായത് ഈ 50 ലൈനിന് മുകളിലോട്ട് പോവുകയാണെങ്കിൽ അപ്പറിലേക്ക് സി മൂവ് ചെയ്യുകയും, ഗ്രീനിന് താഴത്തേക്ക് ആണെങ്കിൽ ഡൗൺ ആണ്. അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടേ നമുക്ക് ഏകദേശം ഒരു ഐഡിയ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെ സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയിട്ടൊക്കെ
നമുക്ക് മനസ്സിലാക്കി മുമ്പോട്ട് പോകാനായിട്ട് ശ്രമിക്കാം. മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. കൺസോളേഷൻ സോണിൽ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. 152 മുകളിലേക്ക് ഇപ്പോൾ ഒരു ലൈൻ ടച്ച് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. 152 മുകളിലേക്ക് പോയാലാണ് പി മൂവ്മെൻറ്റ് കിട്ടത്തുള്ളൂ. 162 മുകളിലേക്ക് പോയാലാണ് സിക്ക് മൂവ്മെൻ്റ് ഉള്ളൂ. അത് ഒറ്റയടിക്ക് മാർക്കറ്റ് കയറിപ്പോയി. സിയിലേക്ക് ഒറ്റയടിക്കാണ് മാർക്കറ്റ് പറയുന്നതിന് മുമ്പേ മാർക്കറ്റ് കയറിപ്പോയത്. 170 ബ്രേക്ക് ചെയ്ത മാർക്കറ്റ് 180 മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. സിയിലേക്കാണ് RSI ഓൾമോസ്റ്റ് ക്രോസ് ചെയ്ത് നിൽക്കുന്നത്. ആ 15 കൂടെ ഒന്ന് ബ്രേക്ക് ചെയ്ത് അങ്ങ് പോകണം. ഇപ്പം നിൽക്കുന്നത് 172 എന്നുള്ള ലെവലിലാണ്. 175 വരെ എക്സ്പാൻഷൻ ആയിട്ടുണ്ട്. ചെറിയ ഒരു പോയിന്റ്, ഒരു സ്കാൽപ്പിംഗ് ആണ് അവിടെ പോസിബിൾ ആയിട്ടുള്ളത്. നെക്സ്റ്റ് ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ക്യാൻഡിൽ എന്ന് പറയുമ്പോൾ ഇവിടെ 135 പി സപ്പോർട്ട് എടുക്കാനായിട്ടുള്ള ചാൻസസിലാണ് നിൽക്കുന്നത്. പക്ഷേ ക്രോസ് ഓവർ എപ്പോഴും സിക്ക് അനുകൂലമായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പം അത് കുറച്ചും കൂടെ ഒന്ന് താഴത്തേക്ക് പോകുമെന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. നിലവിലുള്ള ലോ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് പോയാൽ സാധനം 175 ടച്ച് ചെയ്യാൻ കിടപ്പുണ്ട്, 180 ടച്ച് ചെയ്യാൻ കിടപ്പുണ്ട്. RSI 50 ബ്രേക്ക് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. 176 ലെവലിലാണ്. ഓൾമോസ്റ്റ് 175 എന്നുള്ള ആദ്യത്തെ ഒരു ടാർഗറ്റ് മാർക്കറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 2 മിനിറ്റിൻ്റെ ക്യാൻഡിലും ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇതൊരു ഡോജി ക്യാൻഡിൽ ആണെങ്കിൽ, അല്ലെങ്കിൽ ഇത് 180 ടച്ച് ചെയ്ത് മേലോട്ട് പോയാലാണ് മാർക്കറ്റ് 191ലേക്ക് പോകത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ ഡോജി ക്യാൻഡിൽ ആയാൽ നെക്സ്റ്റ് ക്യാൻഡിൽ ഹൈയോ ലോവോ ബ്രേക്ക് ചെയ്യുന്ന പോലെ ഇരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. കാരണം ഇത് ഡോജി ക്യാൻഡിലായിട്ട് ഫോം ചെയ്താൽ നെക്സ്റ്റ് ക്യാൻഡിൽ അതിൻ്റെ അപ്പ് ബ്രേക്ക് ചെയ്താൽ ഇതേപോലെ തന്നെ വലിയൊരു ക്യാൻഡിൽ ഉണ്ടാവും. നമ്മൾ ഓൾമോസ്റ്റ് എൻട്രി വെച്ചത് 175 ആണ് ഓൾമോസ്റ്റ് നമ്മുടെ ഒരു ഫസ്റ്റ് ടാർഗറ്റായിട്ടുള്ള പ്രൈസ് വെച്ചത്. അത് ഇത്തിരി ഡിലേ ആണെങ്കിലും ഈവൻ ഒരു 165 നിന്നാണെങ്കിലും 175 ഈസി ആയിട്ടുള്ള ഒരു ടാർഗറ്റ് പോയിന്റിലാണ് മാർക്കറ്റ് വന്ന് നിൽക്കുന്നത് തന്നെ. അപ്പോൾ ഇനി നെക്സ്റ്റ് ക്യാൻഡിൽ 135 ഇത്തിരി ക്വിക്കായിട്ടുള്ള മൂവ്മെൻ്റ് ആണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഒരു റിജക്ഷൻ ഏരിയ, അതായത് 135 മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ 38ലേക്കൊരു റിജക്ഷൻ എന്തായാലും ഉണ്ടാവും. 35 ഒരു 36 ബ്രേക്ക് ചെയ്താൽ 38ലേക്ക്, 38 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് 145ലേക്ക് പി മൂവ് ചെയ്യത്തുള്ളൂ. കാരണം 38-ഒരു റിജക്ഷൻ ഉണ്ട്. 37.95 വരെ പോയിട്ടുള്ളൂ. ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതൊരു കൺഫേം മൂവ് കിട്ടണമെന്നുണ്ടെങ്കിൽ 138.5 ഒക്കെ ബ്രേക്ക് ചെയ്ത് പോകണം. അപ്പോൾ ആ 35 ബ്രേക്ക് ചെയ്താൽ 38ലേക്ക് 37.5 വരെ പോയിട്ടുള്ളൂ. നമ്മൾ 38 ആണ് പറഞ്ഞതെങ്കിലും 137 സംതിങ് വരെ മാർക്കറ്റ് പോയിട്ടുള്ളൂ. അതിനപ്പുറത്തേക്ക് പോയാൽ മാത്രമാണ് പിയിലൊരു മൂവ്മെൻറ്റ് എന്തായാലും കിട്ടത്തുള്ളൂ. അതുവരെ മാർക്കറ്റ് സിയിൽ തന്നെയാണ്. ഇനി ഇനിയിപ്പോൾ സിയിൽ അടുത്തൊരു മൂവ്മെൻറ്റ് വരണമെന്നുണ്ടെങ്കിൽ 175 ബ്രേക്ക് ചെയ്താൽ 180ലേക്കുള്ളൊരു മൂവ്മെൻ്റ് ആയിരിക്കും മാർക്കറ്റിൽ ഉണ്ടാവുന്നത്. കാരണം RSI സ്റ്റിൽ അപ്പർ സൈഡിലേക്ക് തന്നെയാണ് നിൽക്കുന്നത്. നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് 191 ആണ്. അത് ഇനി 175 180 ഒക്കെ ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഉള്ളൂ. അതുവരെ നമുക്കൊന്ന് റെസ്റ്റ് എടുക്കാം. അപ്പോൾ പിയിൽ എന്തെങ്കിലും കിട്ടുമെന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഈ 135 ബ്രേക്ക് ചെയ്താൽ, അല്ല 135 അല്ല 138.5 അത് ബ്രേക്ക് ചെയ്താൽ 145ലേക്കോ 148ലേക്കുള്ള ഒരു മൂവ്മെൻറ്റ് ചിലപ്പോൾ ഉണ്ടായേക്കാം.
ഇനി റെസ്റ്റാണ്. ആദ്യത്തെ ഒരു മൂവ്മെൻറ്റ് ഓൾമോസ്റ്റ് ഡണ്ണാണ്. ഒരു 65 കിട്ടിയില്ലെങ്കിലും, അല്ല 62 കിട്ടിയില്ലെങ്കിലും 65 to 75 ഈസിയാണ്. 10 പോയിൻ്റ് ഈസി ആയിട്ട് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റേണ്ടതായിരുന്നു. പിന്നെ അത് ഈ പറഞ്ഞ പോലെ നമ്മൾ ചിന്തിച്ച് വൈകുന്തോറും നമ്മളുടെ ടാർഗറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും, സ്റ്റോപ്പ് ലോസ് വലുതായിക്കൊണ്ടിരിക്കും. നമ്മൾ സ്റ്റിൽ RSI ഇപ്പോഴും ഇത് ക്രോസ് ഓവർ ആവാതെ നമുക്ക് ഒരിക്കലും പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇന്നലെ തൊട്ട് നോട്ടൗട്ട് വെച്ചിരിക്കുന്ന ഏരിയ ആണ് 191. മെജോറിറ്റി എൻ്റെ ഫോക്കസ് അങ്ങോട്ട് തന്നെയാണ്. അത് സ്കിപ്പ് ചെയ്ത് എടുക്കും എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. 138.5 ബ്രേക്ക് ചെയ്യാതെ പിയിലും മൂവ്മെൻറ്റ് എന്തായാലും ഇല്ല. അതാണ് നമ്മൾ ഈ 135 ബ്രേക്ക് ചെയ്തിട്ടായിരുന്നു പൊതുവേ പറയേണ്ടത്. പക്ഷേ അതിൻ്റെ മുകളിൽ 138 എന്നുള്ളൊരു റിജക്ഷൻ ഏരിയ ഉള്ളത് കൊണ്ടാണ് ഈ 3 പോയിൻ്റാണ് കിട്ടിയാലും കിട്ടുള്ളൂ. അതിന് മേളിലോട്ട് മാർക്കറ്റ് പോയാൽ മാത്രമാണ് ഒരു കണ്ടിന്യൂഷൻ അപ് ട്രെൻഡ് പിയിൽ ഉണ്ടാവുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞതിൻ്റെ റീസൺ. ഇപ്പോൾ റെഡിലേക്ക് കയറാനായിട്ട് നിൽപ്പുണ്ട്. അതായത് ഒരു ഹൈവേയിലേക്ക് കയറാനായിട്ടാണ് മാർക്കറ്റ് തയ്യാറെടുത്തുകൊണ്ടിരിക്കണേ. അപ്പോൾ അങ്ങനെയുള്ള വോളിയൊക്കെ ജനറേറ്റ് ചെയ്താൽ ബിഗ് ആയിട്ടുള്ള വോളി ആയിരിക്കും മാർക്കറ്റിൽ ജനറേറ്റ് ചെയ്യുന്നത്. 1-2 ക്യാൻഡിലിൽ തന്നെ ചിലപ്പോൾ 191 ഒക്കെ മാർക്കറ്റ് മൂവ് ചെയ്തേക്കാം. ഇന്നലെ എത്താത്തതാണ്, അതുകൊണ്ട് ഇന്ന് എത്തും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ നിൽക്കുന്നത്. നമുക്ക് വെയിറ്റ് ചെയ്യാം എന്തായാലും. അതായത് സിയിൽ 191 പോണതിന് മുമ്പ് ചിലപ്പോൾ ഒരു നല്ല സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ഒരു 160 വരാം. ആ 160 ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വരികയാണെങ്കിൽ അത് പിയിൽ നമുക്കൊരു 144 140 ഒക്കെ ക്യാച്ച് ചെയ്ത് ഒരു സ്കാൽപ്പിങ് നടത്താം എന്ന് മാത്രമേ ഉള്ളൂ. 138 to 144 ഒരു കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ ഇതിന് പുറത്തേക്ക് പോവാതെ ഒരിക്കലും സിയിലോ അല്ലെങ്കിൽ ഇതിന് പുറത്തേക്ക് പോകാതെ പിയിലോ കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല. സിയിലേക്ക് പോണതിന് മുമ്പ് ചിലപ്പോൾ ഒരു വലിയ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് 160 വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ആ 160 ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വരികയാണെങ്കിൽ മാത്രമാണ് പിയിൽ അത്ര മൂവ്മെൻറ്റ് കിട്ടത്തുള്ളൂ. അത് ചിലപ്പോൾ 145 വരെ പോകണമെന്നൊന്നുമില്ല. ഇത് ഇവിടെ ഹിറ്റ് ചെയ്യണ അനുസരിച്ചിട്ട് ആ മൂവ്മെൻറ്റ് ഇവിടെ കിട്ടത്തുള്ളൂ. അതായത് മുകളിലോട്ട് കുതിക്കുന്നതിന് മുമ്പ് താഴത്തോട്ടൊരു വലിവ്, അതാണ് നമ്മൾ ഞാൻ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ആയിട്ട് കാണുന്നത്. അതാണ് അപ്പോൾ നമ്മൾ ഇൻഡെക്സിൽ പറഞ്ഞത് കൺസോൾട്ടേഷനായിട്ട് തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. നമ്മുടെ ആ ഒരു സോൺ ബ്രേക്ക് ചെയ്തിട്ടൊന്നും മാർക്കറ്റ് പോയിട്ടില്ല. അടുത്ത 30 മിനിറ്റിൻ്റെയോ ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 50 മിനിറ്റ്സിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. SMA ടച്ച് ചെയ്തിട്ടോ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള ലെവലിലേക്കോ മാർക്കറ്റ് വന്നിട്ടില്ല. അതായത് ഇവിടെ നോക്കുമ്പോൾ ബോട്ട് കെട്ടി അടുത്തിട്ടുണ്ട്, ബോട്ട് കെട്ടിയിൽ ബോട്ട് എടുത്തിട്ടുണ്ട്, പക്ഷേ ഇവിടെ എടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ കൺസോൾട്ടേഷൻ വരുന്നത്. ഇതും കൂടെ മുട്ടിയതിന് ശേഷമായിരിക്കും മാർക്കറ്റിലൊരു മൂവ്മെൻറ്റ് എന്തായാലും വരുള്ളെന്നാണ് നമ്മുടെ പ്രതീക്ഷ. ഇപ്പോൾ ഇവിടെ ഒരു മടക്ക് വന്നിട്ടുണ്ട്. ഈ 32 മിനിറ്റിൻ്റെ RSIയിൽ ചെറിയൊരു മടക്ക് പോലെ വന്നിട്ടുണ്ട്. അതായത് അലർട്ടായിട്ടിരിക്കുക എന്നാണ് അതിനർത്ഥം. അതായത് പിയിലേക്കുള്ള മൂവ്മെൻറ്റിനുള്ള സാധ്യതകളൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട്. ശ്രദ്ധിച്ചിരിക്കുക. ഇപ്പം നമ്മളെ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ആണ് 160 ആ ഒരു പ്രതീക്ഷ. $169.95 നേരെ തിരിച്ചിവിടെ വന്ന് ചിലപ്പോൾ ടച്ച് ചെയ്യാം. അതിനുശേഷം നെക്സ്റ്റ് ക്യാൻഡിൽ തിരിച്ച് അതേപോലെ തന്നെ മുകളിലോട്ട് പോകാനുള്ള ചാൻസൊക്കെ നമ്മളെപ്പോഴും കാണണം. കുറച്ചും കൂടെ ഉള്ളൂ 160 ഒരു 4 പോയിൻറ്റും കൂടെ. കാരണം ഇതിൻ്റെ അപ്പർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇതൊരു അത്ര കൺഫേം ആയിട്ടുള്ള റെഡ് ആണെന്നൊന്നും നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. കാരണം താഴത്തോട്ട് വന്നാൽ തിരിച്ച് അതേപോലെ തന്നെ മുകളിലോട്ട് പോകാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഇതൊരു എന്താ പറയണത്, നമ്മളെ ട്രാപ്പാക്കുന്ന ഒരു റെഡാണ് ഈ റെഡ് എന്ന് പറയുന്നത്. ചില റെഡുകൾ നമ്മളെ ട്രാപ്പാക്കും. ഇപ്പോൾ താഴത്തോട്ട് വന്നിട്ടൊക്കെ പോകുള്ളൂ, അതൊക്കെ സെക്കൻഡറി ആയിട്ടുള്ള കാര്യങ്ങളാണ്. ചിലപ്പോൾ നെക്സ്റ്റ് ക്യാൻഡിൽ പോകാം, ചിലപ്പോൾ ഒരു 3 ക്യാൻഡിൽ കഴിഞ്ഞിട്ടേ പോവുള്ളൂ, ചിലപ്പോൾ ഒരു 7 ക്യാൻഡിൽ കഴിഞ്ഞിട്ടേ പോവുള്ളൂ.
അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കാൻ പഠിക്കണം. നമ്മളൊരു ക്യാൻഡിലേക്ക് നമ്മളെപ്പോഴും ശ്രദ്ധ ചെലുത്തണം. അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞത്, ഇതൊരു സുഖമുള്ള ഒരു റെഡ് അല്ല. ഏത് നിമിഷവും മാർക്കറ്റ് തിരിച്ച് ആ ഒരു ഭാഗത്തേക്ക് വരാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയത്. ആ ഒരു ഒറ്റ കാര്യം കൊണ്ടാണ് നമ്മൾ വരച്ച ലൈൻ 138 138.5 നമ്മൾ വരച്ചത്. കമ്പനി 138 വരച്ച് തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഒരു ടെൻഷനൊന്നുമില്ല. 138 ബ്രേക്ക് ചെയ്താൽ 141 3 പോയിൻ്റേ കിട്ടത്തുള്ളൂ. അതായത് മഞ്ഞ ലൈൻ ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കണം. അതുവരെ ഇതിങ്ങനെ ഒരു ഗ്രീൻ ഒരു റെഡ്, ഒരു ഗ്രീൻ ഒരു റെഡ്, അങ്ങനെ വരുമ്പോൾ ഇത് മാക്സിമം എടുക്കും. എന്നിട്ടൊരു ഒറ്റയടിക്ക് ഇത് ചിലപ്പോൾ താഴത്തോട്ട് വരുമ്പോഴായിരിക്കും ഇത് മുകളിലോട്ട് പോയി മഞ്ഞ ടച്ച് ചെയ്യുന്നത്. അപ്പോൾ കണക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 167 നിന്ന് 6 പോയിൻ്റ് താഴത്തോട്ട് വന്നാൽ ഇവിടെ 6 പോയിൻ്റ് സപ്പോർട്ട് കൊടുക്കാം. ഇവിടെ 135 ബ്രേക്ക് ചെയ്താൽ 35 6 41, 6 പോയിൻ്റ് ഇവിടെയും ടച്ച് ചെയ്യാനുണ്ട്. ഇപ്പം എന്തും സംഭവിക്കാം. കാരണം ഇങ്ങോട്ട് എന്തായാലും മാർക്കറ്റ് മുട്ടണം. അപ്പം ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇവിടെ ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വരികയാണെങ്കിൽ ഈ ഒരു ലോ വരുന്ന കാണുമ്പോൾ നമുക്ക് പിയിൽ ചാടി കയറി കഴിഞ്ഞാൽ പി ഒരു 140 വരെ കിട്ടും. അതിനു വേണ്ടിയിട്ടാണ് മാർക്കറ്റ് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നത്. കാരണം ഇവിടെ ഈ ഒരു വൈറ്റ് ലൈൻ മാർക്കറ്റ് മുട്ടിയിട്ടില്ല, അത് മുട്ടാനും ഉണ്ട്. 160 സപ്പോർട്ട് എടുക്കാനുണ്ട്. ആ സപ്പോർട്ട് കഴിഞ്ഞ് മാർക്കറ്റ് പോയാൽ പിന്നെ സപ്പോർട്ട് എടുക്കുന്നത് 150 144 ആയിരിക്കും. അതായത് ഇവിടെ 140 വന്നു, 140 ബ്രേക്ക് ചെയ്താൽ പിന്നെ ചിലപ്പോൾ 147 മാർക്കറ്റ് പോകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പം അത് ഒന്നാണ് ഈ കൺസോൾട്ടേഷൻ ഇങ്ങനെ വരുന്നതിൻ്റെ മെയിൻ റീസൺ. അത് കഴിഞ്ഞിട്ടേ മാർക്കറ്റിലൊരു ഡയറക്ഷൻ എന്തായാലും ഉണ്ടാവത്തുള്ളൂ. അതാണ് നമ്മൾ 172 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 175 പോകും. അപ്പം അങ്ങനെ ഒരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ കോസ്റ്റ് ടു കോസ്റ്റ് ഇടൽ മാത്രമേ ഇവിടെ നടക്കത്തുള്ളൂ. അതിനുമുമ്പ് പിയിലൊരു ബിഗ് മൂവ്മെൻ്റ്, ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് പോലെ ഒരു ചാൻസസ് ഇങ്ങനെ നിൽപ്പുണ്ട്. നമ്മളത് വെയിറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടെ 130 എന്നുള്ള ലെവല്, ഈ ലെവല് താഴത്തോട്ട് ബ്രേക്ക് ചെയ്താൽ മാക്സിമം വരാവുന്ന 127. ഈ 127 എന്നുള്ള ലെവല് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് 119 ഫാളാവുള്ളൂ. ആ 119 പി ഫാളായാൽ മാത്രമാണ് ഇവിടെ 172 175 180 കിട്ടത്തുള്ളൂ. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് കാര്യം. സിമ്പിളാണെങ്കിലും നമുക്കൊരു കൺഫർമേഷനായിട്ടൊരു എൻട്രി എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് പാടുപെടേണ്ടി തന്നെ വരും. ഇപ്പോഴും സിയിലേക്കുള്ള മൂവ്മെൻ്റ് ഒന്നും കൺഫേം ആയിട്ടില്ല. കാരണം ഇവിടെ ഈ ഒരു 140 നിൽക്കുന്നത് കാരണം അതിലേക്കാണ് എൻ്റെ താൽക്കാലികമായിട്ടുള്ള ഫോക്കസ് മുഴുവൻ നിൽക്കുന്നത്. പിന്നെ ആകെ ഒരു വിക്ക് കിട്ടിയാൽ തന്നെ 172 മുതൽ 175 വരെ കിട്ടത്തുള്ളൂ, 3 പോയിൻ്റ്. അപ്പം അങ്ങനെ 172 ബ്രേക്ക് ചെയ്ത് 175 ഇട്ട് പോയാൽ ഉടനെ കോസ്റ്റ് ടു കോസ്റ്റ് വല്ലതും വെച്ചിട്ട് വെയിറ്റ് ചെയ്തേക്കണം. ചിലപ്പോൾ പോയ പോലെ തന്നെ തിരിച്ച് മാർക്കറ്റ് വരാനുള്ള ചാൻസസ് ഒക്കെ വളരെ കൂടുതലാണ്. എന്ന് വെച്ചാൽ ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. കാരണം ഇവിടെ നിന്നൊക്കെ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ മിനിമം ഒരു 10-15 പോയിൻ്റൊക്കെ സിംഗിൾ ക്യാൻഡിലിൽ വരെ കിട്ടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇവിടെ സ്കാൽപ്പിങ് ചെയ്തുകൊണ്ട് സ്കാൽപ്പ് ചെയ്തെടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ കോസ്റ്റ് ടു കോസ്റ്റോ അല്ലെങ്കിൽ 1 പോയിൻ്റോ 2 പോയിൻ്റോ ഒക്കെ സ്റ്റോപ്പ് ലോസ് ഇടുക, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് പോണ കാണുമ്പോൾ അപ്പം തന്നെ എക്സിറ്റ് ചെയ്യലൊക്കെയാണ് താൽക്കാലികമായിട്ടൊരു 9:45 വരെ നടക്കത്തുള്ളൂ. 9:45 ശേഷം പിന്നെ എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റ് കിട്ടിയാലേ ഉള്ളൂ. കാരണം ഇതിവിടെ നിന്ന് ബ്രേക്കായി പോയാൽ പിന്നെ 119 സപ്പോർട്ട് എടുക്കുകയുള്ളൂ പി. ആ 119 10 29. അപ്പോൾ അതാണ് 172 10 182 വരെയൊക്കെ കിട്ടാനുള്ള ചാൻസ് ഉള്ളത്. സമയം എടുക്കും എന്തായാലും. ഈ യെല്ലോ ലൈനും കൂടെ ഒന്ന് മുട്ടട്ടെ. അതാണ് ഇവനിങ്ങനെ കിടന്നിട്ട് താളം തല്ലിക്കൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ വളരെ കാത്തിരുന്നു 189 191 നമ്മളുടെ ഡ്രീം പ്രൊജക്റ്റ്. അങ്ങോട്ട് എത്തിയിട്ടില്ല. ഏകദേശം 188 വരെയൊക്കെ മാർക്കറ്റ് എത്തിയിട്ടുള്ളൂ. അതെന്താണ് അവിടം വരെ എത്താനുള്ളതെന്ന് വെച്ചാൽ പ്രീവിയസ് ആയിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്ന 2 ലെവലുണ്ട്. ആ ലെവലിലാണ് മാർക്കറ്റ് ഹിറ്റ് ചെയ്ത് നിന്നത്. പക്ഷെ അതിൻ്റെ ബ്രേക്ക് ചെയ്തൊക്കെ മാർക്കറ്റ് ഒന്നും കൂടെ ഒന്ന് ബ്രേക്ക് ചെയ്താൽ ശ്രമിച്ചു കഴിഞ്ഞാൽ 191 ഒക്കെ ഈസി ആയിട്ട് പോകാവുന്നേ ഉള്ളൂ.
കാരണം അത്രയും വരെ വന്നു നിന്നിട്ട് ചെയ്യേണ്ട സംഭവങ്ങളൊക്കെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് മോശമായിരുന്നു. പിന്നെ സ്ട്രൈക്കിൻ്റെ DK വന്നതുകൊണ്ടുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ. നമ്മൾ കാത്തിരുന്നിട്ടാണ് 172 മുതൽ 175 വരെ 172 ബ്രേക്ക് ചെയ്ത് 175 ഇട്ട് പോയാൽ 172 കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ടേക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ള ടാർഗറ്റ് 180 ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് 191 ആണ്. അപ്പം അത് നമ്മൾ വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു എൻട്രി പ്ലാൻ ചെയ്തത്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 188 എന്ന് പറഞ്ഞാലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. 75ഉം 10ഉം 85 88 മാക്സിമം കയറ്റി ലോക്ക് ചെയ്താലും മതി. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചത് 191 ആണ്. നമുക്ക് നോക്കാം എന്തായാലും. എന്തുകൊണ്ടാണ് ഈ ഹൈ വന്നേക്കണം എന്താണെന്ന് വെച്ചാൽ അതിൽ വേറെ തീരുമാനങ്ങളൊന്നുമില്ല. അത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഹൈ വന്നേക്കണത് 189 ആണ്. ഇതിൻ്റെ ഹൈ വന്നേക്കണത് 188.10. ഈ ഒരു ക്യാൻഡലിൻ്റെ ഹൈ വന്നേക്കണത് 188.55. അതുകൊണ്ട് മാത്രമാണ് ഈ ഹൈ ഇവിടം വരെ വന്നത്. അപ്പോൾ അതിൻ്റെ ഹൈ അഗെയിൻ ബ്രേക്ക് ചെയ്താൽ 191 മാർക്കറ്റിലേക്ക് പോകുന്നു മാത്രമേ ഉള്ളൂ. എന്നാലും 72 75 80 85 ആണെങ്കിലും ഡിസിപ്ലിൻ ആയിട്ടുള്ളൊരു ഭാഗമാണെങ്കിൽ പ്രോഫിറ്റബിളാണ്. നമ്മൾ 191 എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് അവിടം വരെ പോകണമെന്നില്ല. ഈ പറഞ്ഞ പോലെ കോള് കൊടുക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഈ 191 ഞാൻ 191 ആണല്ലോ പറഞ്ഞേ, അതുകൊണ്ട് 191 വരെ പോകും എന്ന് വിചാരിച്ചിട്ട് ഹോൾഡ് ചെയ്യും എന്നൊക്കെ പറയും. പക്ഷേ ഇനിയിപ്പോൾ സ്ട്രൈക്കിൻ്റെ DK വന്നുകൊണ്ട് പോകാഞ്ഞതാണോ അതൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും 191.20 മാർക്കറ്റ് പോകേണ്ടതായിരുന്നു. അതെന്തായാലും മോശമായിപ്പോയി. എന്തായാലും കിട്ടിയത് കിട്ടി, സ്വസ്ഥമായി എന്നുള്ള മാത്രമേ ഉള്ളൂ. ഇതൊരു റീടെസ്റ്റാണ് 125ലേക്ക്. ഇപ്പോഴും 175 ഒരു സപ്പോർട്ട് സോണാണ്. ഇതിൻ്റെ ഹൈ ഒന്നും കൂടെ ബ്രേക്ക് ചെയ്താൽ 185 ബ്രേക്ക് ചെയ്താൽ 191ലേക്ക് പോകാം. പക്ഷെ അത് ഒരു ഫുൾഫിൽ ചെയ്യാത്ത കാരണം ഞാൻ ആകെ മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടിലാണ് നിൽക്കുന്നത്. കാരണം നമ്മൾ ചാർട്ട് 1.5 വർഷമായിട്ട് ഫോക്കസ് ചെയ്തിട്ടും മിക്കപ്പോഴും ഇങ്ങനെയുള്ള മൂവ്മെൻറ്റുകളിൽ 191 അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ മാർക്കറ്റ് ഹിറ്റ് ചെയ്യാറുണ്ട്. പിന്നെ കഴിഞ്ഞ വെള്ളിയാഴ്ചയോ ഏതൊരു ദിവസം ഇതേപോലെ അവിടം വരെ എത്താതെ മാർക്കറ്റ് നല്ല രീതിയിൽ ഡംപിൽ പോയിട്ട് പിന്നെ ഒരു ഒറ്റയടിക്ക് 3 ക്യാൻഡിലിൽ ഇതേപോലെ 191 എന്നുള്ള ഒരു സെക്ഷനിലേക്കൊക്കെ മാർക്കറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതേപോലെ വരുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. എനിവേ മാർക്കറ്റ് 127 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് 132ലേക്കുള്ളൊരു മൂവ്മെൻ്റ് ആയിരിക്കും മാർക്കറ്റിൽ ഉണ്ടാവണേ. എവിടെ ബ്രേക്ക് ചെയ്യണം? ഈ ഒരു ക്യാൻഡലിൻ്റെ ഹൈ. കാരണം ഇവിടെ മിച്ചമിട്ടിട്ടാണ് വന്നേക്കണം. ആ ഒരു ഭാഗത്തേക്ക് മാർക്കറ്റ് ചെല്ലേണ്ടതുണ്ട്. 125 ഒക്കെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഹൈ 128 ആണ്. 128 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് പിന്നെ മാർക്കറ്റ് 132ലേക്കോ 134ലേക്കോ മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ. കാരണം ഇവിടെ ഒരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട്. ക്രോസ് ഓവർ ഗ്രീനിലേക്ക് കയറിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഇതൊരു എൻഗൾഫിങ് ക്യാൻഡിലാണ്. ഇതൊരു റിവേഴ്സ് ക്യാൻഡിലാണ് ശരിക്കും. എനിവേ അത് പോട്ടെ. നമുക്ക് ചെറിയ പോയിൻ്റെങ്കിൽ ചെറിയ പോയിൻ്റ് 172 മുതൽ 10 പോയിൻ്റ് കൂട്ടിയാൽ മതി. സ്മോൾ ട്രേഡ് 72ഉം 13 പോയിൻ്റ്. RSI പിയിലേക്ക് ഗ്രീനിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഹൈ, അതായത് ഒരു 125 ബ്രേക്ക് ചെയ്താൽ 120 ഈ ഒരു ലെവലിലേക്ക് സ്കിപ്പ് ചെയ്തൊക്കെ പോകത്തുള്ളൂ. അപ്പോൾ ഗ്രീനിലേക്ക് കയറിയിട്ടുണ്ട്. പക്ഷെ ഇത് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് പോകണം. 125 ഒക്കെ ബ്രേക്ക് ചെയ്ത് പോയാൽ 127 വരെയൊക്കെ മൂവ് ചെയ്താൽ കോസ്റ്റ് ടു കോസ്റ്റ് വെക്കലേ നടക്കത്തുള്ളൂ. കാരണം ഈ 191 ഇവിടെ കിടക്കുന്ന കാരണം എനിക്ക് അത്ര വലിയൊരു സുഖമായിട്ടൊന്നും തോന്നണില്ല. പിയിൽ കോൺസെൻട്രേഷൻ ചെയ്യാനേ തോന്നുന്നില്ല.
കാരണം നമ്മൾ ഇതുവരെ ചാർട്ട് അങ്ങനെ പരീക്ഷിച്ചിട്ടൊന്നുമില്ല. ഇത്തിരി വൈകിട്ടാണെങ്കിലും നമുക്ക് ചാർട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിൽ ഞാൻ പി എന്തായാലും കോൺസെൻട്രേഷൻ ചെയ്യണില്ല. കാരണം ഏത് നിമിഷവും 191ലേക്കൊക്കെ മാർക്കറ്റ് വരാം എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും ഞാൻ നിൽക്കുന്നത്. കാരണം അത് എനിക്ക് വലിയ സങ്കടമുള്ള കാര്യമാണ്. കാരണം ചാർട്ട് നമ്മൾ പ്രതീക്ഷിച്ചു, കാരണം നമ്മൾ ഡിസിപ്ലിനായിട്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണ്. അതിനൊരു മാറ്റവും ഇതുവരെ വരുത്തിയിട്ടില്ല. അപ്പോൾ ആ ഒരു പ്രതീക്ഷ, ഡിസിപ്ലിനായിട്ട് ട്രേഡ് ചെയ്യും, കൺസിസ്റ്റൻ്റായിട്ട് പ്രോഫിറ്റ് എടുത്തിട്ട് മാറും, ചാർട്ടിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ 191.20 തരാത്തതിൽ മാനസികമായിട്ട് ചാർട്ടിനോട് നമുക്കൊരു സങ്കടമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിനി എടുക്കുന്നില്ല. 191 ഇന്ന് വന്നാൽ അത് ക്യാച്ച് ചെയ്തിട്ട് ട്രേഡ് നിർത്തും. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യില്ല. ചാർട്ടും ഞാനുമായിട്ട് പിണക്കത്തിലാണ്. ചെറിയൊരു പ്രതീക്ഷ തന്നിട്ട് പിന്നെയും മാർക്കറ്റ് ഒന്ന് താഴത്തോട്ട് പോയി. എന്നാലും പിന്നെയും നമ്മളെ മാർക്കറ്റ് പറ്റിച്ചു എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെയും ഏകദേശം ഒരടുത്ത് വരെ വീണ്ടും മാർക്കറ്റ് വന്നെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്തോ 91 നമുക്ക് വിട്ടു പോകാനായിട്ട് തോന്നുന്നില്ല. ചിലപ്പോൾ ഈ മഞ്ഞ ലൈൻ മുട്ടാനുള്ളത് കൊണ്ടായിരിക്കാം, മേ ബി. എന്നാലും കുറച്ച് പോയിന്റ് കിട്ടി. എന്നാലും വീണ്ടും തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയോട് കൂടി തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. തിരിച്ചു വരും എന്നെങ്കിലും തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയോട് കൂടി തന്നെയാണ് നിൽക്കുന്നത്. കുറച്ച് പോയിന്റ് വീണ്ടും എടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഈ ട്രെയിൽ ചെയ്ത് വെക്കണം. കാരണം ഇവിടെ ഒരു മഞ്ഞ ലൈൻ നിൽക്കുന്നത് കൊണ്ടാണ് അങ്ങോട്ടൊരു അടിവരവ്. പോരാത്തതിന് RSI പീക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. അതിൻ്റെ അഗെയിൻസ്റ്റാണ് നമ്മളിപ്പുറത്ത് ട്രേഡ് എടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ ട്രെയിൽ ചെയ്ത് വെച്ചാൽ മതി. ഇനിയിപ്പോൾ ഇത് മുകളിൽ പോയി കറങ്ങി തിരിഞ്ഞ് വരുമ്പോഴേ ഇവിടെ അടുത്ത മൂവ്മെൻറ്റ് എന്തായാലും ഉണ്ടാകത്തുള്ളൂ. കാരണം ഇവിടെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. ആ ഗ്യാപ്പൊക്കെ എന്തായാലും മാർക്കറ്റ് ഫില്ല് ചെയ്യണം. ഇവിടെ 125 ബ്രേക്ക് ചെയ്താൽ 128ലേക്കുള്ളൊരു 3 പോയിന്റ് കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാത്തടത്തോളം കാലം 125 ബ്രേക്ക് ചെയ്ത് ഒരു കാരണവശാലും പിയിലേക്ക് ഞാൻ ചെറിയ പോയിന്റ് ആണെങ്കിലും കോൺസെൻട്രേഷൻ ചെയ്യുന്നില്ല. കാരണം എനിക്ക് പിയിലേക്ക് തൽക്കാലം എൻ്റെ പേഴ്സണലി ഞാൻ അങ്ങനെ നോട്ടം ഇടുന്നില്ല. കാരണം ആ 191 എടുക്കാതെ അല്ലെങ്കിൽ അങ്ങോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് പിയിലെ പ്രോഫിറ്റ് ഞാൻ എടുക്കുന്നില്ല. കാരണം നമ്മളൊരു തീരുമാനം എടുത്ത് അതിൽ അടിയുറച്ച് നിന്നാൽ മാത്രമാണ് നമുക്ക് നാളെയും നല്ലൊരു ട്രേഡർ ആവാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ മാക്സിമം കിട്ടുന്നത് സിന്ന് എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇൻ കേസ് ഒരു 3 പോയിന്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 125 ബ്രേക്ക് ചെയ്താൽ ഈ മഞ്ഞ ലൈനിലേക്കുള്ള ഒരു ചെറിയ പോയിന്റ് അത് അവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് പോയാൽ നമുക്ക് അവിടെ എടുക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ 125 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് 128ലേക്ക് മാർക്കറ്റ് പോയി. അത് മാക്സിമം പോകാനുള്ളത് 130, 3 പോയിന്റ്. അപ്പം ഇത് വളരെ ന്യായമായിട്ടുള്ള രീതിയിലുള്ള ഡൗൺ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ലോസിൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്ന ഒരു കേസാണ്. എല്ലാവർക്കും 2 വീലർ ഓടിക്കാനായിട്ട് അറിയാം, പക്ഷെ എല്ലാവരും ഹെൽമെറ്റ് നിർബന്ധമായിട്ടും വെക്കുന്നുണ്ട്. എത്ര ഓടിക്കാൻ അറിയാവുന്ന ആളാണെങ്കിലും ഓപ്പോസിറ്റ് ഒരു പാണ്ടി ലോറി വന്നാൽ തീർന്നില്ലേ എന്ന് പറയണ പോലെയാണ് ഇവിടുത്തെ കേസും. കാരണം നമുക്ക് പ്രതീക്ഷ തന്നു, ഇല്ലെന്നൊന്നും നമ്മൾ പറയുന്നില്ല. 191 പോകേണ്ടത് പ്രതീക്ഷ കുറച്ചൊക്കെ തന്നിട്ടുണ്ട്. ഒരു 182 to 186, അതിനകത്തൊരു 5 പോയിന്റ് സംതിങ് ഒക്കെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അതിൻ്റെ ഇപ്പുറത്തൊരു 3 പോയിന്റ് ഇവിടെ കിട്ടി. RSI സ്റ്റിൽ പിയിലാണ്. വളരെ രസകരമായിട്ടുള്ള ട്രേഡിംഗ് എക്സ്പീരിയൻസ് ആണ് മാർക്കറ്റ് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് 125 ബ്രേക്ക് ചെയ്താൽ 128ലേക്കുള്ള ഒരു 3 പോയിന്റ് മാത്രമാണ് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ. ആ 3 പോയിന്റ് അവിടെ കിട്ടി, അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാം കൂടെ അവിടെ നിന്ന് ഇവിടുന്നൊക്കെയുള്ള വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഹാപ്പിയാണെന്ന് മാത്രമേ ഉള്ളൂ. സ്റ്റിൽ RSI പീക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. ഇനി സെക്കൻഡ് മാർക്കറ്റ് ടിപ്പ് ചെയ്യാനുള്ളത് 130 ആണ്.
അപ്പോൾ 128 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് 130 മുട്ടും. 130 ബ്രേക്ക് ചെയ്താൽ 135 മാർക്കറ്റ് മൂവ് ചെയ്യും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കണമെന്ന് വെച്ചാൽ 15 മിനിറ്റ്സിൽ RSI ഒരു മടക്ക് വന്നെങ്കിലും ഇവിടെ SMA ടച്ച് ചെയ്യാനുണ്ട്. ഈ ഒരു ഗ്രീൻ ലൈൻ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് SMA നല്ല രീതിയിൽ ഡംപാവും. 126, 128, കാരണം ഇവിടെ 1, 2, 3, 4, 5, 6, 7, 8, 9 ക്യാൻഡിലുണ്ട്. ഈ 9 ക്യാൻഡിലിൻ്റെ ബേസിനെയാണ് തകർക്കേണ്ടത്. അപ്പോൾ അതിൽ ആദ്യം വന്ന് ആ ഭാഗത്ത് റിജക്റ്റ് ചെയ്ത് ഇത് രണ്ടാമത് ഒന്ന് ട്രൈ ചെയ്യുകയാണ് മേളിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. ആ മൂവ്മെൻറ്റ് നല്ല രീതിയിൽ നടന്നാൽ അടുത്ത ട്രിഗർ പ്രൈസ് 130 ആണ്. 130 ബ്രേക്ക് ചെയ്താൽ മുകളിലേക്ക് മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, കോസ്റ്റ് ടു കോസ്റ്റ് വെച്ചിട്ട് ഹോൾഡ് ചെയ്യാം. ഈ RSI ക്രോസ് ഓവർ ആവുന്നത് വരെ ഹോൾഡ് ചെയ്യാം. എന്തായാലും ഈ 191 മുട്ടണ വരെ സിയുടെ അടുത്തുനിന്ന് ഞാൻ മാറത്തില്ല. എന്താണെങ്കിലും അത് ആഗ്രഹിച്ചിരുന്ന ഒരു ഏരിയ ആണ്. അവിടെ മുട്ടുന്ന വരെ സിയുടെ അടുത്തുനിന്ന് നമ്മൾ എന്തായാലും മാറുന്നില്ല. അതിനിടയ്ക്ക് പീൽ എടുക്കുകയാണെങ്കിലും ചെറിയ ചെറിയ പോയിന്റുകളൊക്കെ സ്കാൽപ്പ് ചെയ്തെടുക്കാനേ ശ്രമിക്കുന്നുള്ളൂ. ഓക്കെ, നമുക്ക് 191 മനസ്സിൽ നിന്ന് പോകാത്ത കാരണമാണ് നമ്മളിവിടുത്തെ എൻട്രി എടുത്തു, പ്രോഫിറ്റായി. പിന്നെ ഒരു എൻട്രി എടുത്തു, അതിൽ പ്രോഫിറ്റായി. പിന്നെ സെക്കൻഡ് തിങ് ഇവിടെ 168 സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. 168 എന്ന് പറഞ്ഞ ലെവലിൽ സപ്പോർട്ട് എടുത്തു. 68 നിന്ന് മാർക്കറ്റ് 180 വരെ പോയി. അത് കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ടാലും ഈ 180 അഗെയിൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലൂ ലൈനൊക്കെ മാറ്റിയേക്കാം. ഇനി ഒരേ ഒരു ലക്ഷ്യം 191 ആണ്. അത് വിടാതെ ഒരു പരിപാടിയില്ല. ഞാൻ എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും പിയിൽ സ്കാൽപ്പ് ചെയ്താലും സിയിലെ 191 ആണ് നമ്മുടെ ഫൈനൽ ടാർഗറ്റ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇവിടെ ഗ്യാപ്പ് ഇട്ട് ഓൾറെഡി പോയിട്ടുണ്ട്. അതിനർത്ഥം അങ്ങോട്ട് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ടൊക്കെ മാർക്കറ്റ് തിരിച്ച് ആ മുകളിലോട്ടൊക്കെ വരാനുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ രാവിലോട്ട് പ്രതീക്ഷിച്ചിരിക്കുന്നത് 191 ആണ്. പിയിൽ സ്കാൽപ്പിങ്ങേ ഉള്ളൂ. സിയിൽ 191 എനിക്ക് അത്യാവശ്യമായിട്ടുള്ള കേസാണെന്ന് നമ്മൾ രാവിലോട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഗ്യാപ്പ് ഫില്ല് ചെയ്യാറായി. RSI ക്രോസ് ഓവർ ആവാൻ തയ്യാറെടുത്ത് നിൽക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇത് മാറ്റുന്നില്ല. 191 ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ അതവിടെ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് നടന്നോളും. 185 ആയിട്ടുണ്ട്. ഒരു 5 പോയിൻറ്റും കൂടെ തന്നു കഴിഞ്ഞാൽ ചാർട്ടിനോടുള്ള നന്ദി നമുക്കറിയിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പഠിക്കുന്നതല്ല, നമ്മുടെ മൈൻഡ് സെറ്റ് ഓക്കെ ആയി നമ്മൾ അത്ര സ്ട്രോങ് ആയിട്ട് നമ്മൾ ബിലീവ് ചെയ്യാനായിട്ട് ശീലിച്ചു കഴിഞ്ഞാൽ പ്രകൃതി അതിനുള്ള അവസരങ്ങൾ നമുക്ക് കൊണ്ടുതരും. അപ്പം നമ്മുടെ മനസ്സിൽ ഡബിൾ മൈൻഡ് പാടില്ല. എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഉറച്ചു നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി അഹോരാത്രം പണിയെടുത്തു കഴിഞ്ഞാൽ നമ്മൾ അവിടെ എത്തിയിരിക്കും എന്നുള്ളതിന് യാതൊരുവിധ സംശയമില്ല. ഒരു 4 പോയിൻ്റ് കൂടെ തന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ ചാർട്ടിനോടുള്ള റെസ്പെക്റ്റ് നമ്മൾ അറിയിക്കുന്നതാണ്. 190 മാർക്കറ്റ് 190.20, 191 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് പറക്കും. അത് എവിടം വരെ പോകുമെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. നമുക്ക് 191 ലോക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ ഏകദേശമൊക്കെ എത്തിയിട്ടുണ്ട് 191. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ഏകദേശം അതൊക്കെ നമുക്ക് ട്രെയിൽ ചെയ്തൊക്കെ വെച്ച് ഏകദേശമൊക്കെ അങ്ങനെ ഓക്കെ ആക്കി വെച്ചിട്ടുണ്ട്. മാർക്കറ്റ് ക്രോസ് ഓവർ വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ എന്താ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ നമ്മൾ 1.5 വർഷമായിട്ട് കണ്ടും കേട്ടും ശീലിച്ച കാര്യങ്ങൾ. അപ്പോൾ അതിന് നമുക്കൊരു സ്ട്രാറ്റജി വേണം. ആ ഒരു സ്ട്രാറ്റജി ലോസ് വന്നാലും എന്തു വന്നാലും നമ്മൾ അതിൽ അടിയുറച്ച് വിശ്വസിക്കണം. അവിടുത്തെ ബ്ലൂ ലൈൻ ഞാൻ മാറ്റുകയാണ്, എന്നാലേ സ്മൂത്തായിട്ട് മുകളിലോട്ട് പോവുള്ളൂ. ഇപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഞാനൊരു ബ്ലൂ ലൈൻ ഇട്ട് കഴിഞ്ഞാൽ അവിടെ മാർക്കറ്റ് റിജക്റ്റ് ആവും. അപ്പോൾ അതും ബ്രേക്ക് ചെയ്ത് പോകണമെങ്കിൽ പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. 39 മിനിറ്റായി, ഏകദേശം 10:07 10 മണിക്കാണ് നമ്മളുടെ ഒരു ടാർഗറ്റിലേക്കൊക്കെ മാർക്കറ്റ് ഇടിക്കാറ്. അപ്പോൾ ഏകദേശമൊക്കെ മാർക്കറ്റ് വന്നിട്ടുണ്ട്. 191.20 എന്ന് പറഞ്ഞാൽ ഞാൻ ഇട്ട ലൈനിൻ്റെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ നമുക്ക് വരാം. അതൊന്നും കാര്യമാക്കണ്ട. RSI വീണ്ടും തിരിച്ച് റീക്രോസ് ഓവർ ആവുന്നുണ്ട്. അപ്പോൾ ഏകദേശം എത്തിയെന്ന് വേണമെങ്കിൽ പറയാം.
നമ്മളങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഒന്ന് വരുത്തി കൊടുക്കണം കേട്ടോ. അല്ലാണ്ട് നമ്മൾ 190.20 ഒരു പോയിൻറ്റിൻ്റെ വ്യത്യാസത്തിലാണ് മാർക്കറ്റ് പോയേക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ചെറിയ പോയിൻ്റ്, ഞാൻ വരക്കുന്ന വരകൾ അത്ര എക്സാക്റ്റ് ആവാൻ ശരിയാവില്ല, ഒരു പോയിൻ്റൊക്കെ ചെറിയൊരു വ്യത്യാസം ഇട്ട് കൊടുക്കണം എന്നൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഓൾറെഡി നമ്മളുടെ നോട്ടത്തിൽ ഏകദേശം ടാർഗറ്റ് ഹിറ്റായിട്ടുണ്ട്. അപ്പം ഇനി അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് പോയാൽ മാത്രമാണ് മാർക്കറ്റ് അടുത്ത ആ ഒരു മൂവിലേക്ക് മാർക്കറ്റ് പോകത്തുള്ളൂ. അപ്പോൾ ഇത് ഡോജി ക്യാൻഡിലാണ്. ഇനി അടുത്ത 30 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ഫോം ആവണം. പിന്നെ ഓൾമോസ്റ്റ് ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, മേളിൽ കുറച്ച് ഏരിയ ഫില്ല് ചെയ്യാനായിട്ട് കിടപ്പുണ്ട്. ആ ഏരിയ ഫില്ല് ചെയ്യാനുള്ളതുകൊണ്ട് മാർക്കറ്റ് സിയിലേക്ക് മൂവ് ചെയ്യാനുള്ള ചാൻസസും വളരെ കൂടുതലാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഇപ്പോഴും 24,654 മാർക്കറ്റ് ടച്ച് ചെയ്യാനൊക്കെ ആയിട്ട് കിടപ്പുണ്ട്. അപ്പോൾ ഇപ്പോൾ 6 മിനിറ്റ് കൂടെ ഉള്ളൂ ഈ ഒരു ക്യാൻഡിൽ സെറ്റിലാവാനുള്ള ടൈം നമ്മൾ കൊടുക്കണം. ഈ ഒരു ക്യാൻഡിൽ സെറ്റിലാവാനുള്ള ടൈം നമ്മൾ കൊടുക്കണം. അപ്പോൾ ഒരു പോയിൻറ്റിൻ്റെ വ്യത്യാസത്തിൽ നമ്മൾ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടത്തി താഴത്തുനിന്ന് 3 തവണ 4 തവണയായിട്ടൊക്കെ എടുത്ത് നമ്മൾ പ്രോഫിറ്റ് ആക്കിയത്. നമ്മൾ ഫൈനലി ഇതിൻ്റെ ഒരു എൻട്രി എടുത്ത ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 68, 10, 78, 10, 88, 89, 21 പോയിൻ്റാണ് സെക്കൻഡ് മൂവ്മെൻറ്റിൽ നമുക്ക് കിട്ടിയത്. ഈ ഒരു ഭാഗത്തു നിന്നാണ് നമ്മൾ എൻട്രി എടുത്തത്. ലാസ്റ്റ് ട്രേഡ് ഡണ്ണ്. അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം, ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. മാർക്കറ്റ് ക്രോസ് ഓവർ ആയിട്ടേ ഉള്ളൂ. 189 ഒക്കെ ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് ഇനിയും പോയി കൂടായികയില്ല. കാരണം 15 മിനിറ്റ്സിൽ RSI സി സൈഡിലാണ്, 2 മിനിറ്റിൽ RSI ഇവിടെ ഒരു ക്രോസ് ഓവർ ആയിട്ടുണ്ട്. അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കയറിപ്പോണെങ്കിൽ കയറിപ്പോട്ടെ. നമ്മളുടെ പരിപാടികളൊക്കെ ഓൾമോസ്റ്റ് വൈൻഡപ്പ് ആക്കി. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ. 187, അപ്പോൾ 21 പോയിൻ്റാണ് അവിടെ കിട്ടിയത്. അപ്പോൾ മൊത്തത്തിൽ ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ടും നമ്മൾ അടിയുറച്ച് വിശ്വസിച്ചത് കൊണ്ടാണ് നമുക്ക് ആ പ്രോഫിറ്റ് അവിടെ കിട്ടിയത് തന്നെ. എനിവേ, ഓൾ ദി ബെസ്റ്റ്.